ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് PYQ സീരീസ് ചെയ്തിട്ട് അല്ലേ, കുറച്ച് കാലമായിട്ട് നമ്മുടെ വിൻസ്പയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ LP UPയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് PYQ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ SCRT ക്ലാസ്സുകളാണ്, പല ടോപ്പിക്സിലെ SCRT ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 100-ലധികം ക്ലാസ്സുകൾ നമ്മൾ SCRT ബേസ് ചെയ്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് PYQ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഇന്ന് മുതൽ. ഇപ്പോൾ വെറും ഒരു ഉത്തരം അല്ലെങ്കിൽ ചോദ്യം ഉത്തരം എന്ന രീതിയിലല്ല, എന്തുകൊണ്ട് ഉത്തരം അങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ച് പോവുക എന്നുള്ളതാണ് ഈ ഒരു PYQ സീരീസ് കൊണ്ട് വിൻസ്പയർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ SCRT ഒട്ടുമിക്ക ടോപ്പിക്സിലും നിങ്ങൾക്ക് SCRT ക്ലാസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ബേസിക്കലി എൻ്റെ ടോപ്പിക്ക് ഇംഗ്ലീഷാണ്. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എനിക്ക് മറ്റ് സബ്ജക്റ്റുകളെക്കാൾ കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയാണോ ആവശ്യം, നമുക്ക് അതനുസരിച്ച് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള റീസെൻ്റ് ആയിട്ടുള്ള PYQs നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പല ചാനലുകളിലൂടെ കിട്ടുന്നുണ്ട് അല്ലേ, റീസെൻ്റ് ആയിട്ടുള്ള. അതുകൊണ്ട് ഞാൻ ആദ്യം കരുതിയത് 2024 നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ 2024 PYQ കിട്ടാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് സോഴ്സിൽ നിന്നും ഒരുപാട് ചാനലുകളിൽ നിന്നും നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. സോ കുറച്ച് പഴയത് കേട്ടോ ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ദ മെക്കാനിക് ഈസ് ഗുഡ് ഡാഷ് റിപ്പയറിംഗ് മെഷീൻസ്. മെക്കാനിക് മെഷീൻസ് റിപ്പയർ ചെയ്യുന്നതിൽ വളരെ മികച്ചവനാണ്. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഡാഷ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓൺ, ഫോർ, അറ്റ്, എബൌട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഓൺ, ഫോർ, അറ്റ്, എബൌട്ട് ഒക്കെ പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് നൗണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ട്, അല്ലെങ്കിൽ നല്ല പാണ്ഡിത്യമുണ്ട്, അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ് കേട്ടോ. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്. അപ്പൊ നല്ലത് എന്ന് പറയാനും മോശമാണ് എന്ന് പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ് കേട്ടോ. അറ്റ് പഠിച്ചു വെക്കുക, അറ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, മെക്കാനിക്കിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? MECHANIC ആണ് മെക്കാനിക്. എന്നാൽ മെഷീൻസിന്റെ സ്പെല്ലിങ്ങോ MECHINES, അഥവാ M കഴിഞ്ഞിട്ട് A ആണ്. അപ്പോൾ മെഷീൻസ്, മെക്കാനിക്. അപ്പൊ രണ്ടും സ്പെല്ലിംഗ് ശ്രദ്ധിച്ച് വെക്കുക. മിസ്പെൽറ്റിൽ ചോദിക്കും. മെഷീൻസിൽ ME അല്ല വരുന്നത്, MA ആണ്. മെക്കാനിക് എഴുതുന്ന സമയത്ത് ME ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എന്നാൽ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. രണ്ടാമത്തെ ചോദ്യം, there dash plenty of opportunities for the talented people. കഴിവുള്ള ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അവിടെ ഡാഷ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിൽ ആർ, ഈസ്, ഹാസ്, ഹാവ്. ഇതൊക്കെ ഓക്സിലറി വേർബ്സ് ആണ് കേട്ടോ. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഇങ്ങനെ ഒരു 24, ഏകദേശം 24 ഓക്സിലറി വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. സോ ഇതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഓക്സിലറി ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആർ, ഈസ്, ഈ രണ്ട് ഓക്സിലറികൾക്കും അർത്ഥം വരുന്നത് ഉണ്ട് എന്ന അർത്ഥമാണ്. ഉണ്ട് ഒരവസ്ഥയെ സൂചിപ്പിക്കാനാണ്. ഉണ്ടെന്നല്ല, ആണ്, സോറി, ആണ് എന്നാണ് കേട്ടോ. ആണ് എന്ന് സൂചിപ്പിക്കാനാണ്. ഇനി ഹാവ് വരുന്നത് പൊസഷനെ സൂചിപ്പിക്കാനാണ്. ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. ഇനി ഇവിടെ ദെയർ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ദെയർ വരുമ്പോൾ പെട്ടെന്ന് ഏത് കൊടുക്കണം എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ദെയർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചില ആളുകൾ ചിന്തിക്കും. മനസ്സിലാക്കുക, ദെയർ ആദ്യം വന്നു കഴിഞ്ഞാൽ ദെയർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയല്ല നമ്മൾ ഉത്തരം കൊടുക്കുന്നത്. മറിച്ച് അതിനുശേഷം വരുന്ന നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. സാധാരണഗതിയിൽ നമുക്ക് ആദ്യം വരുന്ന സബ്ജക്റ്റ് സിംഗുലർ പ്ലൂറൽ ആണോ എന്ന് നോക്കിയാണ് ഓക്സിലറി കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ശേഷം വരുന്നത് പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. ധാരാളം അവസരങ്ങൾ. അപ്പൊ ധാരാളം അവസരങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആയിട്ട് ഇവിടെ ആറും ഉണ്ട്, ഹാവും ഉണ്ട്. ആറും ഹാവും. അപ്പൊ നമ്മൾ ദെയറിന് ശേഷം ദെയർ ഹാവ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ദെയർ ആർ എന്നാണ് കേട്ടോ. ദെയർ ആർ പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ദെയർ ആർ
പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് വരുന്നത് കേട്ടോ. ദെയർ ആർ പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ദെയർ ആർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ദെയർ ആർ എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നാണ്. ഇനി ഹാസ് ഹാവിന് ഉണ്ട് എന്ന് അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ദെയർ ഈസ് എ കാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാർ ഉണ്ട് എന്നാണ്. അവിടെ ഒരു കാർ ഉണ്ട്, അവിടെ ഉണ്ട് ഒരു കാർ ഉണ്ട്. അപ്പോൾ ദെയറിന് ശേഷം നമ്മൾ ആറ് കൊടുത്താൽ മതി. എന്ത് കൊടുക്കണ്ട? ഹാവോ ഹാസോ കൊടുക്കണ്ട, ആറ് കൊടുത്താൽ മതി. ആറ് കൊടുത്താൽ മതി കേട്ടോ. ദെയർ ഈസ് എ കാർ അല്ലെങ്കിൽ ദെയർ ആർ കാർസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദെൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇറ്റ് ലുക്സ് ആസ് തോ ഡാഷ്. ഇതൊരു യൂസേജ് ആണ്. യൂസേജുകൾ എപ്പോഴും പല ആളുകൾക്കും കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഞാൻ പല യൂസേജസ് ആയിട്ട് കൊണ്ടുവരാറുണ്ട്. ആ യൂസേജസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഇറ്റ് വിൽ റെയിൻ, ഇറ്റ് മേ റെയിൻ, ഇറ്റ് മൈറ്റ് റെയിൻ, ഇറ്റ് ക്യാൻ റെയിൻ കാണാം. അപ്പൊ ഇവിടെ എല്ലാം ഇറ്റ് റെയിനും കോമൺ ആണ്. വില്ല്, മേ, മൈറ്റ്, ക്യാനോ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വില്ല്, മേ, മൈറ്റ്, ക്യാൻ ഇവകളുടെ ഉപയോഗം നിങ്ങൾക്ക് കറക്റ്റ് അറിയാമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഏത് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ആസ്തോ എന്ന് പറയുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട്. ആസ്തോ അല്ലെ, ആസ്തോ അല്ലെങ്കിൽ ആസ് ഇഫ് വരുന്നത് സങ്കല്പത്തെ, ഇമാജിനേഷനെ സൂചിപ്പിക്കാനാണ്. ആസ്തോ, ആസ് ഇഫ് എന്നീ പദങ്ങൾ വരുന്നത് സങ്കല്പത്തെ സൂചിപ്പിക്കാനാണ്. അപ്പൊ ഇവിടെ സങ്കല്പത്തെ സൂചിപ്പിക്കുന്ന മോഡൽ ഓക്സിലറി ഏതാണ്? സങ്കല്പത്തെ സൂചിപ്പിക്കുന്ന മോഡൽ ഓക്സിലറി ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് മേയാണ് അല്ലെ, വന്നേക്കാം. വില്ലും മൈറ്റും ക്യാനൊക്കെ വരുമ്പോൾ അവിടെ ഉപയോഗം മാറുന്നു. ഇത് മോഡൽ ഓക്സിലറി ആണ്. വില്ലും മേയും മൈറ്റൊക്കെ. വില്ല് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനാണ്. മൈറ്റ് മേയുടെ പാസ്റ്റ് ആണ് മൈറ്റ് അല്ലെ. ദെൻ ക്യാൻ എന്ന് പറയുന്നത് പോസിബിലിറ്റിയെ സൂചിപ്പിക്കാനാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് മതി? ഇറ്റ് മേ റെയിൻ എന്ന് മതി. ഇറ്റ് മേ റെയിൻ എന്ന് മതി. നമുക്കത് പാസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം പാസ്റ്റ് ആക്കണമെങ്കിൽ അതിലേക്കുള്ള ഒരു ഹിന്റ് വേണം. ഇവിടെ പാസ്റ്റ് ആക്കാനുള്ള ഒരു ഹിന്റ് ഒന്നും ഇല്ല. സോ നമുക്ക് അവിടെ പ്രസന്റ് ആക്കിക്കൊണ്ട് ഇറ്റ് മേ റെയിൻ, മഴ പെയ്തേക്കാം, മഴ പെയ്തേക്കാം. എന്തുകൊണ്ട് മേ സെലക്ട് ചെയ്തു? ആസ്തോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇമാജിനേഷനെ സൂചിപ്പിക്കാനാണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ ഞാൻ ഈ ഒരു ക്ലാസ്, ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കിട്ടണമെന്ന ഉദ്ദേശത്തോടെ, വെറും PYQ നിങ്ങൾ കാണുന്നതിനപ്പുറം അതിൽ ഉത്തരം എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. സോ അതാണ് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിലിന്റെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ചെയ്യുക. ദെൻ അടുത്തത് ഒരു വൊക്കാബുലറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വൊക്കാബുലറി ആയിട്ടുള്ള ദ വേർഡ് ഇംബൈബ്. ഇംബൈബ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? അപ്പൊ സിനോണിം ആണ് അല്ലെ, പര്യായ പദം. സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായ പദം എന്നാണ്. അപ്പൊ ഇംബൈബ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കുക എന്നാണ് കേട്ടോ. ഉൾക്കൊള്ളിക്കുക. അപ്പൊ ഉൾക്കൊള്ളിക്കുക എന്നതിന്റെ അതേ മീനിങ് വരുന്നത് അസിമിലേറ്റ് ആണ്. അസിമിലേറ്റ് ബാക്കിയെല്ലാം പുറത്താക്കുക എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഇജക്റ്റ്, ഡിസ്ചാർജ് ഒക്കെ പുറന്തള്ളുക എന്ന അർത്ഥത്തിന് വരുന്നതാണ്. ഇംബൈബ്, അസിമിലേറ്റ് അത് രണ്ടും ഉൾക്കൊള്ളിക്കുക എന്നുള്ള അർത്ഥത്തിന് വരുന്നതാണ് കേട്ടോ. ഉൾക്കൊള്ളിക്കുക എന്നുള്ള അർത്ഥത്തിന് വരുന്നതാണ്. ഓർത്ത് വെക്കുക. ദെൻ അടുത്ത നല്ലൊരു ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് ഉറപ്പായിട്ടും തരുന്ന ഒരു ഏരിയ, ക്വസ്റ്റ്യൻ ടാഗ്. ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ. ഇപ്പോൾ ഒരു സെന്റൻസ് തന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഒരു കോമയുണ്ട്, പിന്നെ ഒരു ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഉറപ്പിക്കുക ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? തന്നിരിക്കുന്നതിൽ ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കണം. ഓക്സിലറി ഉണ്ട്, വുഡ് ഓക്സിലറി ഉണ്ട്. ഇനി ശേഷം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. വുഡ് നോട്ട് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് വുഡ് മതി അല്ലെ. അപ്പൊ തന്നെ ഉത്തരം അവിടെ കിട്ടിക്കഴിഞ്ഞു. വുഡ് മാത്രമായിട്ടുള്ളത് എയിൽ മാത്രമേ ഉള്ളൂ. ഡിയിൽ വുഡ് നോട്ട് ആണ് വന്നിട്ടുള്ളത്. വുഡ് നോട്ട്. നമ്മൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിലേ നെഗറ്റീവ് വരും. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. വുഡ് നോട്ട് ലെറ്റ് എന്നാണ്. സോ നമുക്ക് എന്ത് മതി? വുഡ് മതി. പിന്നെ അവിടെ ഹി എന്തുകൊണ്ട് വന്നു? ദ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത് പുരുഷനാകാനാണ് സാധ്യത. കാരണം സ്ത്രീ ആണെങ്കിൽ അങ്ങനെ എടുത്തു പറഞ്ഞേനെ. അപ്പോൾ ഒന്നും എടുത്തു പറയാതെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മസ്കുലൈൻ കൊടുത്താൽ മതി, പുല്ലിംഗം കൊടുത്താൽ മതി. സോ വുഡ് ഹി എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഇഫ് ഹി ഹാഡ് കൺസൾട്ടഡ് എ ഡോക്ടർ. ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ഒക്കെ വളരെ പച്ചവെള്ളം പോലെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. തൽക്കാലം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്ത് പറയാം. ഇഫ് ഹി ഹാഡ് കൺസൾട്ടഡ് എ ഡോക്ടർ. ഇത് ഇഫ് ക്ലോസിലെ മൂന്നാമത്തെ കണ്ടീഷനാണ്, അഥവാ ഇമ്പോസിബിൾ കണ്ടീഷൻ.
ഇമ്പോസിബിൾ കണ്ടീഷൻ നമുക്ക് തിരിച്ചറിയാൻ ഇഫ് ക്ലോസിന് ശേഷം സബ്ജക്റ്റിന് ശേഷം ഹാഡ് പ്ലസ് V3 വന്നാൽ അതേതാണ്, ഇമ്പോസിബിൾ കണ്ടീഷൻ ആണ്. അപ്പോൾ ഇഫ് ഉണ്ട്, ദെൻ സബ്ജക്റ്റ് ഹി, അതിനുശേഷം ഹാഡിന് ശേഷം V3. ഓർക്കുക, ഹാഡിന് ശേഷം V3 തന്നെ ആയിരിക്കണം. ഹാഡിന് ശേഷം നൗൺ ആണെങ്കിൽ അതെന്തല്ല, ഹാഡിന് ശേഷം നൗൺ ആണെങ്കിൽ അതൊരിക്കലും മൂന്നാമത്തെ കണ്ടീഷൻ അല്ല. ഹാഡിന് ശേഷം V3 കണ്ടാലേ മൂന്നാമത്തെ കണ്ടീഷൻ ആക്കാൻ പാടുള്ളൂ. ഇനി ഹാഡിന് ശേഷം വെറും നൗൺ ആണോ കാണുന്നത് എങ്കിൽ അത് രണ്ടാമത്തെ കണ്ടീഷനാണ്. ഞാൻ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ അത് വിശദീകരിക്കാം. തൽക്കാലം നിങ്ങൾ ഇത് ശ്രദ്ധിക്കാം. സോ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് എങ്കിൽ മെയിൻ ക്ലോസിൽ ആരുണ്ടാവും, സബ്ജക്റ്റിന് ശേഷം വുഡ് ഹാവ് ഉണ്ടാകും. വുഡ് ഹാവ് നമുക്ക് നോക്കാം. സബ്ജക്റ്റിന് ശേഷം വുഡ് ഹാവ് ഉള്ളത് എത്ര എണ്ണം ഉണ്ട് എന്ന്. സബ്ജക്റ്റിന് ശേഷം വുഡ് ഹാവ് ഉള്ളത് ഹിസ് ഡിസീസ് വുഡ് ഹാവ്, അവിടെ വുഡ് ഹാവ് വരുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഹി വുഡ് ഹാവ്, അവിടെയും വുഡ് ഹാവ്. അപ്പൊ രണ്ട് വുഡ് ഹാവ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹി വുഡ് ഹാവ് ബീൻ ക്യൂർഡ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. കാരണം ഹിസ് ഡിസീസ് വുഡ് ഹാവ് ക്യൂർഡ് എന്നുള്ളത് വുഡ് ഹാവ് പ്ലസ് V3 മാത്രം നോക്കി അങ്ങോട്ട് പോകുന്ന ആളുകൾ അത് ഉറപ്പായിട്ടും തെറ്റിക്കും. രോഗം ഭേദമാക്കപ്പെട്ടു എന്നാണ്. രോഗം ഭേദമാക്കപ്പെട്ടു എന്ന് പാസീവ് വോയിസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. രോഗം ഭേദമാക്കപ്പെട്ടു എന്നേ നമ്മൾ പറയാറുള്ളൂ. എന്ത് പറയാറില്ല, രോഗം അവനെ ഭേദമാക്കി എന്നൊന്നും പറയാറില്ല. ഹിസ് ഡിസീസ്, അവന്റെ രോഗം ഭേദമാക്കി എന്നൊക്കെയാണ് ഹിസ് ഡിസീസ് അല്ലെ. ഹിസ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നു ആദ്യത്തേതിൽ. ഹിസ് ഡിസീസ്, അവന്റെ രോഗം ഭേദമായിരിക്കുന്നു. അപ്പൊ അവന്റെ രോഗമാണ് അവിടെ ഭേദമായ എന്ന ആ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന രീതിയിലേക്ക് വരും. നിങ്ങൾ അങ്ങനെ കടന്നു ചിന്തിക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹി വുഡ് ഹാവ് ബീൻ ക്യൂർഡ്. ഒരാൾക്ക് അസുഖം ഭേദമായി എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, പാസീവ് വോയിസ് ഉപയോഗിച്ചാൽ മതി. സോ പാസീവ് വോയിസ് ആകുന്ന സമയത്ത് ഇത് വുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഒരു ബീൻ വരും. വുഡ് ഹാവ് ബീൻ, അത് നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിന്റെ റൂൾ പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെ പഠിച്ചു വെക്കുക, ഇഫ് ക്ലോസിൽ മൂന്നാമത്തെ ക്ലോസ് പാസീവ് വോയിസ് ആണ് എങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരം ശരിയാക്കാൻ കഴിയും കേട്ടോ. അപ്പൊ റൂം വൃത്തിയാക്കി, അസുഖം ഭേദമായി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പാസീവ് വോയിസ് ആയിട്ടാണ് പറയുക കേട്ടോ. അത് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് ബീൻ എന്നതും കൂടി ചേർക്കണം എന്ന് ഓർക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ വേർഡ് അക്ലൈം എന്ന് പറഞ്ഞാൽ എന്താ, അനുമതി തേടുക എന്നാണ്. അപ്പൊ അപ്രൂവൽ എന്നാണ് കേട്ടോ. ഏഴാമത്തതിന്റെ ഉത്തരം അപ്രൂവൽ എന്നാണ്. ഓപ്ഷൻ ഡി ആണ്. ദെൻ അടുത്തത്, നൗ ഇറ്റ്സ് വെരി ലൈറ്റ്, വളരെ വൈകിട്ടുണ്ട്. ഇറ്റ് ഈസ് ടൈം വി ഡാഷ് ദ വർക്ക്, ജോലി പൂർത്തിയാക്കാനുള്ള സമയം കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ സെന്റൻസിൽ ഇറ്റ് ഈസ് പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ ഇറ്റ് ഈസ് ടൈം, അവിടെയും പ്രസന്റ് ആണ്. സോ നമുക്ക് ഓപ്ഷനിൽ പ്രസന്റ് ആയിട്ടുള്ളത് വി ഫിനിഷ് ഉണ്ട് അല്ലെ. ഫിനിഷ് അങ്ങ് കൊടുക്കാമെന്ന് ചിന്തിക്കും. തെറ്റാണ് കേട്ടോ, തെറ്റാണ്. മനസ്സിലാക്കുക, ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം എഴുതി വെച്ച് പഠിക്കുക. ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നൊരു സെന്റൻസിന്റെ തുടക്കത്തിൽ കണ്ടാൽ അതിനർത്ഥം ശേഷം വരാൻ പോകുന്ന സെന്റൻസിൽ സബ്ജക്റ്റ് ആണ് തുടക്കമെങ്കിൽ പിന്നെ V2 കൊടുക്കാവൂ, പാസ്റ്റേ കൊടുക്കാവൂ. അപ്പൊ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സെന്റൻസ് ആണ് വരുന്നത്. സോ സബ്ജക്റ്റ് ദെൻ V2. ഞാൻ പറയുന്ന ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റും ശേഷം ഒരു വെർബുമാണ് വരുന്നതെങ്കിൽ വെർബിനെ V2 ആക്കണം. ചിലപ്പോൾ ഇറ്റ് ഈസ് ടൈമിന് ശേഷം സബ്ജക്റ്റും വെർബും ആയിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ ഒരു പ്രിപ്പോസിഷൻ ഒക്കെ ഇടയിൽ കയറി വരും. അപ്പോൾ നിയമം മാറും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് പഠിക്കുക, നമ്മൾ ഒന്ന് ക്ലിയർ ആക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ അടുത്തത് നമ്മൾ ഓരോ PYQയും ഡിഫറെന്റ് ആസ്പെക്റ്റിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആവും. ഇങ്ങനെ പഠിക്കുക, ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം എന്നീ സെന്റൻസുകൾക്ക് ശേഷം ഒരു സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണോ, അതിലുള്ള വേർബ് V2 ആക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരം ഫിനിഷ്ഡ് എന്നാണ് ഉത്തരം വരുന്നത്. ദെൻ അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വൺ വേർഡ് ഓഫ് ദ കണ്ടീഷൻ ഓഫ് സെൽഫ് ഗവൺമെന്റ് അഥവാ സ്വയം ഭരണം നടത്തുന്ന ഗവൺമെന്റ്. അപ്പൊ ഈ ഗവൺമെന്റുകളെ സൂചിപ്പിക്കുന്ന പദങ്ങളുടെ അവസാനം എന്തുണ്ടാകും? അവിടെ ഒരു ഓട്ടോണമി എന്നൊക്കെ ഉണ്ടാവും അല്ലെ.
ഓട്ടോണമി എന്നൊക്കെ ഉണ്ടാകും. സോ ഇവിടുത്തെ ഉത്തരം ഓട്ടോണമി എന്നാണ് കേട്ടോ. ഓട്ടോണമി എന്നാണ്. ഓട്ടോണമിയാണ് കേട്ടോ. ദെൻ പലതരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഡെമോക്രാറ്റിക് ആണ് നമ്മുടേത്. ഡെമോക്രാറ്റിക് ആണ്. ഇനി ഒരു രാജാവ് ഭരിക്കുന്നത്, അതേപോലെ പണക്കാരായിട്ടുള്ള ആളുകൾ ഭരിക്കുന്നത്, അങ്ങനെ പല തരത്തിലുള്ള ഗവൺമെന്റ്സ് വരാറുണ്ട്. സോ നമുക്ക് നോക്കാം. ഗവൺമെന്റ് ബൈ വൺ മാൻ, ഒരു വ്യക്തിയാണ് ഭരിക്കുന്നതെങ്കിൽ, ഒറ്റൊരു വ്യക്തിയാണ് ഉള്ളതെങ്കിൽ അതിനെ ഓട്ടോക്രസി. ഒറ്റ വ്യക്തിയാണെങ്കിൽ ഓട്ടോക്രസി. ഇനി ഒരു ഗവൺമെന്റ് ഭരിക്കുന്നത് ഒരു സ്ത്രീയാണ് എങ്കിൽ ഗെയ്നാർക്കിയാണ്. ഇനി പണക്കാരായിട്ടുള്ള സമ്പന്നരായ ആളുകളാണ് ആ രാജ്യം ഭരിക്കുന്നത് എങ്കിൽ, ആ ഗവൺമെന്റ് ഭരിക്കുന്നത് എങ്കിൽ പ്ലൂട്ടോക്രസി. ഇനി പ്രീസ്റ്റ് ആണ് ഭരിക്കുന്നത് എങ്കിൽ ത്രിയോക്രസി. ദെൻ കുറച്ച് ആളുകൾ ചേർന്നാണ് ഭരിക്കുന്നതെങ്കിൽ ഒളിഗാർക്കി. ഇനി ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എങ്കിൽ മൊണാർക്കി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഇവിടെ തന്നിട്ടുള്ളത് സ്വയം ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് അല്ലെ. ആ ഗവൺമെന്റിനെ ആരും തെരഞ്ഞെടുത്തിട്ടില്ല, അവര് സ്വയം അധികാരം സ്ഥാപിച്ച് അവർ വന്ന് ഭരണം നടത്തുകയാണ്. അപ്പൊ സെൽഫ് ഗവൺമെന്റ് എന്ന വാക്ക് കണ്ടാൽ നിങ്ങൾ ഓട്ടോണമിയിലേക്ക് പോകാവൂ. ഓട്ടോക്രസി ആവുമ്പോൾ സ്വയം ഭരണം നടത്തുന്ന ഒരാളെ ഉണ്ടാകൂ. ഓക്കെ അല്ലേ? ഇനി ഓട്ടോമേഷൻ എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ സഹായം ഇല്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന ചില മെഷീൻസിനെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഗവൺമെന്റ് ബൈ എ ഫീമെയിൽ, ഒരു സ്ത്രീയാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെ ഗെയ്നാർക്കി. ഗെയിൻ എന്ന പദം നമ്മൾ ഗൈനക്കോളജി എന്നൊക്കെ കേട്ടില്ലേ, സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണെന്ന് ഓർത്തു വെക്കുക. ദെൻ പ്ലൂട്ടോ എന്ന പദം സമ്പന്നതയുമായിട്ട് ബന്ധപ്പെട്ട പദമാണെന്ന് ഓർത്തു വെക്കുക. ദെൻ തിയോ, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ തിയോ എന്ന പദം. തിയോളജി, ഏത്തീസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ തിയോ എന്നുള്ളത് പുരോഹിതം അല്ലെങ്കിൽ പുരോഹിതർ, മതം എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എങ്കിൽ മൊണാർക്കി. പഠിച്ചു വെക്കുക. ദെൻ അവസാനത്തെ ചോദ്യം, ഹി ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ്. അപ്പൊ ഇത് എല്ലാവരെയും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഹി ഇൻസിസ്റ്റഡ് ഓൺ എന്നൊരു സെന്റൻസ് കണ്ടാൽ PSC പലതവണ, PSC മാത്രമല്ല എല്ലാ മത്സര പരീക്ഷകളും, SSC UPSC ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ്. ഹി ഇൻസിസ്റ്റഡ് ഓൺ വന്നു കഴിഞ്ഞാൽ ശേഷം ഒരിക്കലും മീ കൊടുക്കരുത്. അവിടെ മൈ ആണ് കൊടുക്കേണ്ടത്. മീ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഒബ്ജക്റ്റീവ് പ്രോനൗൺ അല്ല വരേണ്ടത്, മറിച്ച് അവിടെ പൊസസീവ് പ്രോനൗൺ ആണ് വരേണ്ടത്. അപ്പൊ മൈ ടേക്കിംഗ് പാർട്ട് ഇൻ ദ പ്രോഗ്രാം. അപ്പോ ഓൺ കഴിഞ്ഞാൽ ശേഷം ഒരു പൊസസീവ് പ്രോനൗൺ അല്ല, പൊസസീവ് അഡ്ജക്റ്റീവ്, അഥവാ മൈ അല്ലെങ്കിൽ ഹിസ് അല്ലെങ്കിൽ ഹെർ, അങ്ങനെ പൊസസീവിനെ സൂചിപ്പിക്കുന്ന പ്രോനൗൺ വരണം, ശേഷം ING ഉള്ള വേർബ് വരണം. അപ്പോൾ മൈ ടേക്കിംഗ് പാർട്ട് ഇൻ ദ പ്രോഗ്രാം എന്നാണ് വരേണ്ടത്. അപ്പൊ ഹി ഇൻസിസ്റ്റഡ് ഓൺ എന്ന ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ശേഷം വരുന്നത് എന്തായിരിക്കും? ശേഷം വരുന്നത് ഒരു പൊസസീവിനെ സൂചിപ്പിക്കുന്ന പ്രോനൗൺ ആയിരിക്കണം, അഥവാ മൈ അല്ലെങ്കിൽ ഹിസ് അല്ലെങ്കിൽ ഹെർ പോലുള്ള, ശേഷം ഒരു ING ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ മൈ ടേക്കിംഗ് പാർട്ട് ഇൻ ദ പ്രോഗ്രാം എന്നുള്ളതാണ് കറക്റ്റ്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 10 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? 10 ഗ്രാമർ, വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ റൂൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, വൊക്കാബുലറീസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ ഇതുപോലെ നമുക്ക് ഇനിയും ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്യണോ, അതല്ല കുറച്ചുകൂടി സ്പീഡ് ആക്കിയിട്ട് കുറച്ചുകൂടി അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണോ എന്നൊക്കെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതേപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു 600-ൽ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അല്ലെ. ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ലൈവ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏവർക്കും വിജയാശംസകൾ. ഓൾ ദ ബെസ്റ്റ്.